പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മെസ്സേജുകളാണ്. ഇന്നലെ അവരെ ഛത്രസാൽ സ്റ്റേഡിയത്തിൽ നിന്നും മന്ത്രി സ്റ്റേഷനിൽ നിന്നും ഒക്കെ പുറത്ത് അവരെ എത്തിച്ചതിന് ശേഷം അവർ നടത്തിയ പ്രതികരണങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഈ അറസ്റ്റ് പരമ്പരകളുടെ തുടക്കം നമ്മുടെ ഇടുക്കിയിൽ നിന്നുള്ള MP ഡീൻ കുര്യാക്കോസിന്റെ അറസ്റ്റോടു കൂടിയായിരുന്നു. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്നലെ ദില്ലിയിൽ തത്സമയം കണ്ടത്. പലയിടത്തും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെയും MP-മാരെയും ഒക്കെ പോലീസുകാർ ഒരു തരത്തിലുള്ള മയവുമില്ലാതെയാണ് പിടിച്ചുകൊണ്ട് പോയത്. ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ മൂക്കിൽ നിന്ന് ചോര കിനിയുന്നതുവരെ നമ്മൾ കണ്ടു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഡീൻ കുര്യാക്കോസ് MP നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഡീൻ, വെരി ഗുഡ് മോർണിംഗ് ഡീൻ. ഞാൻ പറയുന്നത് കേൾക്കാമോ ഡീൻ? ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇന്നലെ നമ്മൾ സമരം ചെയ്യാൻ പോകുമ്പോൾ സാധാരണ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിപക്ഷ MP-മാരൊക്കെ പലതവണ എത്തിയിട്ടുള്ളതാണ്. നമ്മൾ സമാധാനപരമായിട്ടാണ് അവിടെ എത്തിയത്. അവിടെ ഒരു തരത്തിലുള്ള ബഹളവും ഉണ്ടാക്കിയില്ല. സുരക്ഷാ മേഖലയാണ്, അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ പോയത്. MP-മാരും 2 സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരും 2 പ്രതിപക്ഷ നേതാക്കളുമാണ് പോയത്. അപ്പോൾ പോലീസ് എങ്ങനെയാണ് ഈ സംഘർഷം തുടങ്ങുന്നത്? പോലീസുകാർ എന്തു പറഞ്ഞാണ് നമ്മളെ പിടിച്ചു മാറ്റുന്നത്? ഡീനെയൊക്കെ പിടിച്ചു മാറ്റുന്ന സമയത്ത് പോലീസുകാർ വല്ലാതെ ആക്രോശിക്കുന്നുണ്ടായിരുന്നു പല ഭാഗത്തു നിന്നും. ഒരു മയവും ഉണ്ടായിരുന്നില്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയായിരുന്നു ഡീൻ ഇന്നലത്തെ അറസ്റ്റിൻ്റെ അനുഭവം? അതായത് ഇന്നലെ എല്ലാ മാധ്യമങ്ങളും തന്നെ കണ്ടതാണ്. ഇപ്പം ഞങ്ങൾ ബഹുമാനപ്പെട്ട കോൺഗ്രസ് അധ്യക്ഷൻ്റെ വീട്ടിൽ ഒരുമിച്ച് ചേർന്ന് യോഗം കൂടി അതിനുശേഷമാണ് സമരം ആരംഭിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ വളരെ സമാധാനപരമായിട്ടാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലാണെങ്കിലും അവിടെ ഒരു ബഹളത്തിന് ഞങ്ങൾ പോയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിയൻ മാർഗത്തിൽ സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ധർണയാണ് ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. അവിടെ ഒരു അക്രമത്തിന് ഞങ്ങളാരും പോയിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ രാജ്യം മുഴുവൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു സമരത്തിന്, യുവജനങ്ങളുടെ പ്രതിഷേധത്തിന് കൂടുതൽ ശക്തി പകരുന്നതിന് വേണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം, യുവാക്കളെല്ലാം തെരുവിലാണ്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രതിഷേധം പ്രധാനമന്ത്രി തന്നെ ആൻസർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു തലത്തിലുള്ള ഒരു ഗാന്ധിയൻ സമരത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ പോലീസ് വന്ന് ഇവിടെ പറഞ്ഞതുപോലെ ആക്രോശിച്ചുകൊണ്ട് ഞങ്ങൾ MP-മാരെ എല്ലാവരും, MP-മാരാണ് സമരം ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്, ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ ആളുകളെയായി മൃഗീയമായ നിലയിൽ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നതെല്ലാം മാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്നെ ഉൾപ്പെടെയുള്ള ആളുകളെ ആ ഒരു തരത്തിൽ തന്നെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നിലയിൽ ആ സമരത്തെ ഇല്ലായ്മപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അതിശക്തമായ പ്രതിരോധം പിന്നെ ഉണ്ടായി. ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും അവിടെ തന്നെ മണിക്കൂറുകളോളം തുടർന്നു. ഒരു കേന്ദ്രമന്ത്രി അവിടെ വന്നു. ആ കേന്ദ്രമന്ത്രിയുടെ അടുക്കൽ വളരെ ന്യായമായി തന്നെ ഞങ്ങൾ സമരത്തിൻ്റെ ആവശ്യം മുന്നോട്ട് വെച്ചു. അപ്പോൾ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലയിൽ ഗവൺമെൻറ് ഏകപക്ഷീയമായ സ്വേച്ഛാധിപത്യപരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും യുവാക്കൾ ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം ഉൾപ്പെടെ നമുക്ക് പരിശോധിച്ചാൽ അറിയാം. ആ ഒരു നിലയിൽ രാജ്യം കണ്ട സമാനതകളില്ലാത്ത വിധമുള്ള ഒരു യുവ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെ ഗവൺമെൻറ്റിനോട്, പ്രത്യേകിച്ച് പാർലമെൻറ്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങൾ 2 ദിവസമായി പാർലമെൻറ്റിനുള്ളിൽ അതിശക്തമായ പ്രക്ഷോഭത്തിലാണ്. അപ്പോൾ യാതൊരു തരത്തിലുമുള്ള ഒരു മറുപടിയും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് പാർലമെൻറ്റ് നടപടികൾ അവസാനിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ആ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഈ ഡീൻ എവിടേക്കാണ് ഡീനെയും സംഘത്തെയും കൊണ്ടുപോയത്? പലരെയും പല സ്റ്റേഷനുകൾ, ചിലരെ കിങ്സ്വേയിലേക്ക് കൊണ്ടുപോയി, ചിലരെ ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ ഛത്രസാലിലേക്കാണ് കൊണ്ടുപോയത്. അതേപോലെ മന്ത്രിമാർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുപോകുന്നു. ഡീനെയൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുപോയിരുന്നല്ലേ പോലീസ്? ഞങ്ങളെ കിങ്സ്വേ പോലീസ് ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അതൊരു ഔട്ടർ ഡൽഹിയിലുള്ള ഒരു സ്ഥലമാണ്, പോലീസ് ക്യാമ്പാണ്. അവിടെ ഞങ്ങൾ 12ഓളം വരുന്ന MP-മാരാണ് ഉണ്ടായിരുന്നത്. വനിതാ MP-മാർ ഉൾപ്പെടെയുള്ള 12ഓളം MP-മാരെയാണ് ആദ്യമേ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. രാത്രി 9:45 വരെ അവിടെ തന്നെ ആ പോലീസ് ക്യാമ്പിൽ തന്നെയായിരുന്നു ഞങ്ങളുണ്ടായിരുന്നു. അതുണ്ടായി. അതിപ്പം ഞങ്ങളാരും കണക്കിലെടുക്കുന്നില്ല. ഇപ്പം എന്നെ ഉൾപ്പെടെയുള്ള ആളുകളെ എന്താണ് പോലീസ് വാഹനത്തിനുള്ളിൽ കയറിയതിന് ശേഷം പോലും മർദ്ദിക്കാനാണ് ശ്രമിച്ചത്. ഇതിനാണ് പോലീസ് വാഹനത്തിനുള്ളിൽ കയറിയതിന് ശേഷം മർദ്ദിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലൊക്കെയുള്ള ഒരു മോശം ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല, പോകുന്ന വഴിക്കൊക്കെയും ഈ പറയുന്ന പോലെ അവിടെ എത്തിയതിന് ശേഷവും ഒരു ന്യായമായ ഒരു തരത്തിലുള്ള ഒരു ഇടപെടലൊന്നും ആയിരുന്നില്ല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ അതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധം അവസാനം വരെ തുടർന്നു. ഈ വളരെ പെട്ടെന്നായിരുന്നു, നമ്മളൊരു 3:30 കൂടിയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നിങ്ങൾ മാർച്ച് തീരുമാനിക്കുന്നത്. 2 മണിക്ക് പാർലമെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണോ അത്തരത്തിലൊരു മിന്നൽ പ്രതിഷേധം എന്ന മട്ടിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്?
അതെ, ഞങ്ങൾ ബഹുമാനപ്പെട്ട കോൺഗ്രസ് അധ്യക്ഷൻ്റെ വീട്ടിൽ യോഗം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും എം പിമാരെല്ലാവരും അതിൽ ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ആ യോഗത്തിലെടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ മാർച്ചുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം ഇതൊരു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അതായത് ആദ്യമേ പാർലമെൻറ്റ് നടപടികൾ സ്തംഭിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇന്നലത്തെ സ്ട്രാറ്റജി. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് പാർലമെൻറ്റ് പിരിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക എന്നുള്ളതാണ്. രാവിലെ തന്നെ ഇന്നലെ രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്തണമെന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ കാര്യത്തിൽ ഒരു എന്താണ് മഴയും മറ്റ് പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ ആയിരുന്നു രാവിലെ. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം അനുകൂലമായ ഒരു അന്തരീക്ഷം വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത സമരമാർഗത്തിലേക്ക് ഞങ്ങൾ കിടക്കുകയായിരുന്നു. ഈ ഡീൻ ഇന്നിപ്പോൾ എന്താ നമ്മുടെ ഒരു സ്ട്രാറ്റജി? ഇന്ന് പാർലമെന്റിനുള്ളിലും പാർലമെന്റിന് പുറത്തും നമ്മൾ പ്രതിഷേധിക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു നിലയിൽ തന്നെ മുന്നോട്ട് പോകും. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചിട്ടുള്ള 2-3 ആവശ്യങ്ങൾ, ഒന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ പാർലമെന്റിലെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗമാണ്. എത്രയോ പ്രാവശ്യം പാർലമെന്ററി കമ്മിറ്റിയുടെ മുന്നറിയിപ്പുകൾ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റ് മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടെല്ലാം ഉണ്ടായിട്ടുള്ള മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ തിരുത്തൽ വേണം, നടപടി വേണം, ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് ശുപാർശകൾ ഞങ്ങൾ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചെവി കൊണ്ടില്ല. മാത്രമല്ല, ഇവിടെ ഈ വിവാദം ഉണ്ടായതിനു ശേഷം പോലും ധർമ്മേന്ദ്ര പ്രധാൻ അതിനെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ഈ കാര്യത്തിൽ എന്ത് കാര്യം എന്നുള്ള നിലയിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു, രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായി. അപ്പോൾ പാർലമെന്റിന്റെ ഭാഗമായിട്ടുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ടുള്ള ഗവൺമെന്റിനോടുള്ള തിരുത്തൽ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ഉണ്ടായിരിക്കെ മാന്യമായ നിലയിലുള്ള ഒരു ചർച്ച പാർലമെന്റിൽ നടക്കണ്ടേ? അപ്പോൾ ആ ഒരു നിലയിലുള്ള ആവശ്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ അക്കൗണ്ടബിലിറ്റി തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രിക്കാണല്ലോ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇതിനകത്ത് ഏറ്റവും പ്രൈം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ സമരം എന്നുള്ളത് തന്നെയാണോ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്? അതിൽ നിന്ന് പിന്നോട്ടില്ല. തീർച്ചയായിട്ടും ആ ഒരു നിലയിൽ തന്നെയാണല്ലോ. കാരണം ഇപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കൾ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. എന്ന് വെച്ചാൽ രാജ്യം ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യമാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ ആ ഒരു സ്ഥാനത്തിന് തുടരുന്നത് ഒരു ജനാധിപത്യ മര്യാദയല്ല. കാരണം ഇത്രയും വലിയൊരു വിവാദം ഉണ്ടായിട്ട് ഇപ്പോൾ നമ്മളെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ കാണുന്നവരാണല്ലോ. എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതിഷേധം ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. ലോകം ഇത് ശ്രദ്ധിക്കുകയല്ലേ? അപ്പോൾ ആ മന്ത്രി ആ ഒരു അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത്, ഇത് NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ സംഭവം അല്ല, തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 2024, 2026, ഇനി അടുത്ത വർഷം ഉണ്ടാകുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ആ ഒരു തരത്തിലൊന്നും യാതൊരു മാറ്റവും ഇപ്പോൾ ഈ പറയപ്പെടുന്ന NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇവിടെ ഒന്നും കാണുന്നില്ല. എന്ന് വെച്ചാൽ രാധാകൃഷ്ണൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ശുപാർശകളൊക്കെ അവിടെയുണ്ട്. പക്ഷെ ഇതൊന്നും ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഒരു മാന്യമായ നിലയിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് ഗവൺമെന്റ് വരുന്നില്ല എന്നുള്ളതിന്റെ എല്ലാ സൂചനയും കിട്ടിക്കഴിഞ്ഞു. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക. ഇന്നലെ നമ്മൾ ദേശീയ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ പ്രാദേശിക മാധ്യമങ്ങൾ, റിപ്പോർട്ടർ അടക്കമാണ് തത്സമയം എല്ലാ ഇടങ്ങളിൽ നിന്നും നമ്മൾ ലൈവ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ടു. ഡീൻ, ശാരീരികമായ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ശാരീരികമായിട്ടൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സമരമല്ലേ, സമരത്തിന് നമ്മൾ പോയി കഴിയുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു സുഖകരമായ അനുഭവമൊന്നുമല്ല. അതൊന്നും ഞങ്ങൾ കണക്കിലെടുക്കുന്നില്ല. അത് ശക്തമായി മുന്നോട്ട് പോവുക ഡീൻ. താങ്ക് യു ഡീൻ, രാവിലെ എത്തിയതിന് താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്നലെ ഈ സമര പരമ്പര ആരംഭിക്കുന്നത് തന്നെ ഡീൻ കുര്യാക്കോസിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടാണ്. അതപ്പോൾ കൂടെ നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ട്, ഈ നിങ്ങൾക്കിത് ആരാണെന്നറിയുമോ? ഇത് ഇടുക്കിയിൽ നിന്നുള്ള MP ആണ്, നിങ്ങൾ അവരുടെ മിനിമം റെസ്പെക്ട് കാണിക്കണം എന്ന് പറയുന്നുണ്ട്. ഡൽഹി പോലീസിന് എന്ത് MP എന്തൊക്കെയാണ് ഡൽഹി പോലീസ് അവിടെ കാണിച്ചു കൂട്ടിയത്? സാക്ഷാൽ രാഹുൽ ഗാന്ധി അടക്കം, മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, ഇവരൊക്കെ സമരം ചെയ്യാൻ പോയിരുന്ന സമയത്ത് അവരെയൊക്കെ ഇന്നലെ ഡൽഹി പോലീസ് കൈകാര്യം ചെയ്തതിൽ രീതി നമ്മൾ കണ്ടു. നമ്മളെല്ലാം ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. ഒടുവിൽ രാഹുൽ ഗാന്ധി തറയിൽ കിടന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടതാണ്. ഇവരുടെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡൽഹി പോലീസ് ഉണ്ടല്ലോ, ഇതേപോലെ സമരം ചെയ്യുന്ന നേതാക്കളൊക്കെ ആണെങ്കിൽ എല്ലാവരെയും കൂടി ബസ്സിൽ അടിച്ചു കയറ്റും. എന്നിട്ട് ദൂരെ ഉത്തർപ്രദേശിൻ്റെയോ ഹരിയാനയുടെ ഏതെങ്കിലും ഒരു അതിർത്തി കൊണ്ട് അവിടെ ഇടും. അതിനുശേഷം വണ്ടി ഇങ്ങ് തിരിച്ചു വരും. പിന്നെ ഈ പാവങ്ങൾ അവിടെ നിന്ന് ഫോൺ വിളിച്ച് വണ്ടി എത്തിയതിനു ശേഷം വേണ്ടി മാത്രമേ നഗരത്തിലേക്ക് വരാൻ പറ്റൂ. ഇതാണ് അവസ്ഥ. പ്രതിഷേധിക്കും, വണ്ടി കയറ്റും, അതിർത്തിയിൽ എവിടെയെങ്കിലും കൊണ്ട് കളയും. ഇതാണ് അവസ്ഥ. ഇപ്പോൾ ആലോചിക്കൂ, തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന നേതാക്കളെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് തമിഴ്നാടിൻ്റെ ബോർഡറിൽ കൊണ്ടിട്ടാലുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. ഇതാണ് അറസ്റ്റ്. ഇന്നലെ രേഖപ്പെടുത്താൻ കഴിയില്ല. പാർലമെന്റ് സെഷനിലാണ്. അപ്പോൾ പാർലമെന്റ് സെഷനിലിരിക്കുന്ന സമയത്താണ് MP-മാർക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് അതിക്രമം ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും CJPക്ക് പിന്തുണ ഏറി വരുന്നു. കോൺഗ്രസ് അടക്കം പൂർണ്ണ പിന്തുണ CJP ഇപ്പോൾ മുന്നോട്ട് വെച്ച വിഷയത്തിനുണ്ട്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധാഗ്നിയിൽ ഇന്നലെ യഥാർത്ഥത്തിൽ ഡൽഹി നഗരം നടുങ്ങി എന്നതാണ് വാസ്തവം. പ്രിയപ്പെട്ട പ്രേക്ഷകർ,